സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യു മന്ത്ര. ഞാൻ അഞ്ജിത്ത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഓക്കെ, സോ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സാമ്പിൾ എസ്സേ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു എസ്സേ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിട്ടുള്ള, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ട് തന്നിട്ടുണ്ടാവും. ആ നോട്ട്സും കൂടെ കമ്പയർ ചെയ്തിട്ട് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, എക്സാം എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ലിവറേജ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഒരു എസ്സേയുടെ ഹെഡിങ് എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ എന്നാണ്. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ, എ ബ്രീഫ് ഓവർവ്യൂ അല്ലെങ്കിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് translation. Okay, so translation has been an essential tool for human communication and cultural exchange throughout history. അതായത് ചരിത്രത്തിലുടനീളം നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് കാണാൻ പറ്റും. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ, മനുഷ്യൻ്റെ ആശയവിനിമയങ്ങളുടെ അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്ചേഞ്ചുകളുടെ, സാമൂഹികപരമായിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള എക്സ്ചേഞ്ച്, വിനിമയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ ടൂളായിട്ട് നമുക്ക് ട്രാൻസ്ലേഷനെ കാണാനായിട്ട് സാധിക്കും ചരിത്രം പരിശോധിക്കുന്ന സമയത്ത്. ഓക്കെ, ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഇവോൾവിംഗ് നീഡ്സ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ലാംഗ്വേജസ്, കൾച്ചേഴ്സ് ആൻഡ് നോളജ്. അതായത് ഇതിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവോൾവിംഗ് നീഡ്സ് ഓഫ് ദ സൊസൈറ്റീസ് ആണ്. മനുഷ്യ സമൂഹത്തിൻ്റെ കാലങ്ങളായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആവശ്യകതകൾ, അവരുടെ എന്താ പറയുക, ഇൻറ്ററാക്ഷൻസ്, ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള ആളുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, കൾച്ചറൽ ഇൻറ്ററാക്ഷൻസ്, നോളജ്, പരസ്പരം എന്താ പറയുക, അറിവുകൾ കൈമാറ്റം ചെയ്യുക. ഇത്തരം ബേസിക് ആയിട്ടുള്ള ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീഡുകളുടെ ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് ഈ ട്രാൻസ്ലേഷൻ ഫീൽഡിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഫ്രം ദി ആൻഷ്യൻ വേൾഡ് ത്രൂ ദ മിഡിൽ ഏജസ് ആൻഡ് ഇൻ ടു ദ മോഡേൺ ടൈംസ്, ട്രാൻസ്ലേഷൻ ഹാസ് പ്ലേഡ് എ പിവോട്ടൽ റോൾ ഇൻ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡൈവേഴ്സ് സിവിലൈസേഷൻസ്. ഓക്കെ, അതായത് ഇതിനകത്ത് പിവോട്ടൽ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ അറിഞ്ഞൊന്നും വരില്ല. സുപ്രധാനമായ എന്നാണ് ആ വാക്കിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇതിൽ പറയുന്നത്, ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമ്മൾ ഏർലി സിവിലൈസേഷൻസിനെ പറ്റി നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? മെസപ്പൊട്ടോമിയ, ഇൻഡസ് വാലി, ഹാരപ്പ, അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങളിൽ, തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. നമ്മൾ ഇന്ന് ഭൂമിയിലൊരു 90% ഏരിയാസിലും ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പം പലപ്പോഴും ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഓരോ കോണ്ടിനെൻസിലും ഓരോ ഏരിയാസിലും ഓരോ തരം ആളുകളായിരിക്കും, ജീവിതശൈലിയായിരിക്കും, ഭാഷയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ മനുഷ്യനൊരു ഗൃഹസ്ഥാശ്രമ രീതിയിലേക്ക് വന്നപ്പോൾ മുതൽ അവൻ്റെ രീതികൾ മാറി. അവൻ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി, അവൻ വീടുകളിൽ താമസിക്കാൻ തുടങ്ങി, അവൻ കുടുംബമായി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വീടുകൾ ചേർന്ന് അവനൊരു വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ പ്രത്യേകമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ഭാഷകൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അത്തരം രീതികൾ അവർ കണ്ടുപിടിച്ചു. കൾച്ചർ ഉണ്ടായി, ലിറ്ററേച്ചർ ഉണ്ടായി, അറിവുകളുണ്ടായി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാലങ്ങളിങ്ങനെ കടന്നു പോയപ്പോൾ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെ? അവർ എക്കോണമിക്കലായിട്ട്, അതായത് സാമ്പത്തികപരമായിട്ട് അവർ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ കൾച്ചറൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ എവിഡൻസ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും. നമ്മൾ ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ഥലത്ത് ആ ഒരു ഏരിയാസിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലേസ്, അതായത് ലോകത്ത് മനുഷ്യൻ ഒരു വില്ലേജൊക്കെ ആയിട്ട് താമസിക്കാൻ തുടങ്ങിയതിനും അതുപോലെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന നമ്മളുടെ അറിവ് പ്രകാരം നമുക്ക് മനുഷ്യൻ ഈ ആട് മാട് വളർത്തൽ കൃഷി പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇൻഡസ് ആ ഒരു പ്രദേശത്താണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാൻ റീജിയൻസിലാണ് ഏർലി ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം മനുഷ്യൻ ഒരു വില്ലേജ് പോലെയൊക്കെ താമസിക്കാൻ തുടങ്ങിയതും അത്തരം കാര്യങ്ങളിലേക്ക് ആരംഭിച്ചതുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തെളിവുകൾ, നമുക്ക് കോയിൻസ് കിട്ടും, നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം തെളിവുകളായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ആ ഒരു കാലഘട്ടത്തെ പറ്റി. അപ്പം ആ ഒരു സമയത്ത് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവർക്ക് പലർക്കും പല ഭാഷയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ നമ്മൾ ഇപ്പം ട്രേഡ് നടത്തുകയാണെങ്കിലും, നമ്മൾ എക്കണോമിക്കലായിട്ടുള്ള എക്സ്ചേഞ്ച് ട്രേഡ് പോലെയുള്ള സംഭവങ്ങൾ നടത്തുകയാണെങ്കിലും, കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിലും, ഈ അറിവുകൾ പകരാനാണെങ്കിലും ട്രാൻസ്ലേഷൻ അവിടെ ഒരു എസെൻഷ്യൽ ടൂളായിട്ട് മാറി. സോ ഈവൻ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം സെയിം ഏരിയാസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ച് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവിടെയൊക്കെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. ആൻഡ് ഈ ഒരു സംഭവം പിന്നീട് നമ്മുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയിൽ എന്താ പറയുക, ഒരു വളരെ വലിയൊരു ബ്രിഡ്ജിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തിനെ, ആ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള സിവിലൈസേഷൻസിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് പരമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് essay provides a brief overview on the history of translation, focusing on key moments, figures and changing philosophies behind the art and science of translation. ഞാൻ നിങ്ങളോട് ഈ ഒരു പോയിൻ്റ്, ഈ ലാസ്റ്റ് പോയിൻ്റ് നിങ്ങളോട് എക്സാമിന് എഴുതാൻ ഞാൻ പറയില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് അത് എഴുതാതെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സൈഡ് ഹെഡിങ് ആണ് ഏർലി ട്രാൻസ്ലേഷൻ എഫേർട്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏർലി സിവിലൈസേഷൻസ്, ആൻഷ്യൻ സിവിലൈസേഷൻസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. The history of translation can be traced back to ancient civilizations where multilingual interactions were essential for trade, diplomacy and cultural exchanges. നമുക്കിപ്പോഴും അതിന് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ശേഷം നമ്മുടെ മാർക്കറ്റൊക്കെ ഗ്ലോബലൈസ് ആയി അല്ലേ. നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏത് രാജ്യത്തുള്ള ആളുകൾക്ക് വേണമെങ്കിലും വന്ന് ബിസിനസ് ചെയ്യാം. നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഏത് രാജ്യത്തുള്ള ആളുകൾക്കും പോയിട്ട് ബിസിനസ് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഈ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള, നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ തന്നെ ഉള്ളത്. ഇന്ത്യ ശരിക്കും ഒരു മിനിയേച്ചർ ഓഫ് ദ വേൾഡ് ആണ് അല്ലേ. നമുക്ക് എല്ലാതരം ടെറൈൻസും നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാതരം ആളുകളും എല്ലാതരം റേസിലുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാതരം ഭാഷകൾ സംസാരിക്കുന്ന ഒരു മിനിയേച്ചർ വേൾഡാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു മിനിയേച്ചർ കോൺസെപ്റ്റ് തന്നെ ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്, പല തരത്തിലുള്ള കൾച്ചറുള്ള ആളുകളുണ്ട്. അപ്പം ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ശേഷം ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ഒറ്റ കുടക്കീഴിൽ വരുമ്പം ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻസ്, ഇൻറ്ററാക്ഷൻസ് വളരെ എസെൻഷ്യലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ പഴയ കാലത്തും ഈ മനുഷ്യൻ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന മൾട്ടി ലിംഗ്വൽ ഇൻട്രാക്ഷൻസ് വർ എസെൻഷ്യൽ. ആ സമയത്ത് അവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. അപ്പം അവിടെയൊക്കെ ട്രാൻസ്ലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായിട്ട് ആരും എഴുതി വെച്ചിട്ടില്ല ഇന്ന വർഷം അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് ട്രാൻസ്ലേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു കൃത്യമായി പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവർ ഡിപ്ലോമസി ഉണ്ടായിരുന്നു, അവർക്ക് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിരുന്നു, ട്രേഡ് നടന്നിരുന്നു, ഇതിനൊക്കെ നമുക്ക് എവിഡൻസ് ഉണ്ട്.
അല്ലേ? അപ്പം ഈ എവിഡൻസൊക്കെ വെച്ച് നമ്മൾ കോമൺ സെൻസായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവിടെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവരൊക്കെ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഭാഷകളെ പറ്റിയും അവരുടെ ആരാധനാക്രമങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അതിനൊക്കെ നമുക്ക് തെളിവുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും അവിടെ മൾട്ടി ലിംഗൽ ഇൻട്രാക്ഷൻസ് എസെൻഷ്യൽ ആയിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാവുമ്പം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് നോൺ ഇൻസ്റ്റൻസ് ഓഫ് ട്രാൻസ്ലേഷൻ ഈസ് ഫൗണ്ട് ഇൻ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയ വേർ ക്യുനിഫോം ഞാൻ കൃത്യമായിട്ട് എനിക്കത് വായിക്കാൻ സാധിക്കുന്നില്ല. ക്യൂനിഫോം ടാബ്ലറ്റ്സ് എന്ന് പറയും. അതായത് ഞാൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിക്കും. ടാബ്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലേക്കൊന്നും ചിന്തിക്കരുത്. ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്ലേറ്റ്. അതൊരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ലേറ്റ് പോലൊരു സംഭവമാണ്. അതിനകത്ത് ഇങ്ങനെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ആ ഒരു മണ്ണ് ഉണങ്ങുന്നതിന് മുൻപ് അവർ ഇങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യും. അവരുടെ റൈറ്റിങ്സൊക്കെ അവർ ഇൻസ്ക്രൈബ് ചെയ്യും. അത് പിന്നീട് ഉണങ്ങുമ്പം അതവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും. ഓക്കെ, സോ അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഈ പറയുന്ന ആ പ്രദേശങ്ങളിലെ ആളുകൾ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, സോ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രം ദ സുമേറിയൻ ആൻഡ് അക്കാഡിയൻ ലാംഗ്വേജസ്, ഇത് 2 ലാംഗ്വേജസിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരുന്നു ഇത്. 2 ലാംഗ്വേജിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് സെയിം കണ്ടൻ്റ് ആണ്. സോ വിച്ച് മീൻസ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുമ്പം 3rd മില്ലേനിയം ഇയേഴ്സ് എന്ന് പറയുമ്പം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ്, അല്ലേ? അപ്പം 3rd മില്ലേനിയം BCEയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിരുന്നു. സിമിലർലി ഇൻ ഈജിപ്റ്റ് ദ ഫേമസ് റൊസേറ്റ സ്റ്റോൺ dating from 1906 BCE continued the same text in 3 scripts. അതായത് 3 സ്ക്രിപ്റ്റുകളിൽ 3 ഭാഷകളിൽ സെയിം ടെക്സ്റ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളിൽ. ഓക്കെ, ഗ്രീക്കും ഡെമോറ്റിക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ വിച്ച് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു ഈജിപ്ഷ്യൻ റൈറ്റിങ്സ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ റൈറ്റിങ്സിനെ പറ്റിയൊക്കെ ഇൻസൈറ്റ് തരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും അവർ പ്രധാനമായിട്ടും എന്തൊക്കെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ അഫയേഴ്സ്, അല്ലേ? അതോടൊപ്പം ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അശോക ഇൻസ്ക്രിപ്ഷൻസൊക്കെ പോലെ അന്നത്തെ കാലത്തെ ആ പ്രദേശങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റും. ഓക്കെ, വായിച്ച് നിങ്ങൾ നോക്കുക, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ +1 +2ൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ ധാരണയുണ്ടാകും. മറ്റവർക്കൊക്കെ സാധാരണ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ 8th-ലും 9th-ലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നിരുന്നാലും കുറച്ചുകൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ അത്തരം അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകൾ അതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇൻ ദ ക്ലാസിക്കൽ വേൾഡ് translation became crucial in the context of Roman Empire, which relied on translators to understand the philosophies, laws and literature in the Greek, notably Cicero and Roman statesman and philosopher. Cicero, a Roman statesman and philosopher, offered one of the first formal reflection on translation in his work, emphasizing that translation should not be overly literal but should convey the spirit and sense of the original text. Okay, so ക്ലാസിക്കൽ വേൾഡിൽ ക്ലാസിക്കൽ യുഗത്തിൽ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ഏജിൽ ട്രാൻസ്ലേഷൻ ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു റീസണും കൂടിയുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാരഗ്രാഫിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോമൻ എംപയറിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്ലേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഗ്രീക്ക് ആയിട്ടുള്ള ഈ ലാറ്റിൻ ഭാഷയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോമൻ എംപയറിൽ ഉണ്ടായിരുന്നത്. അപ്പം
അവർക്ക് ഈ ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറുമായിട്ടും ആ സമയത്തൊരു ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസാണ് ഈ പറയുന്ന ആ ഒരു പ്രദേശത്തല്ലേ നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷ് ആ ഒരു ഏരിയയിലൊക്കെ ഗ്രീക്ക് ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് പീപ്പിൾ വളരെയധികം ഡോമിനൻസ് കീപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഇവർക്ക് ഈ ലോസ്, ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ, ഈ ഫിലോസഫീസൊക്കെ ഈ സിസേറോ പോലെയുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഗ്രീക്കിലേക്കും ഗ്രീക്കിൽ നിന്ന് തിരിച്ചുമൊക്കെ എന്താ പറയുക മനസ്സിലാക്കാനും എഴുതപ്പെടാനും ഒക്കെ വേണ്ടി റീറൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ ഒരു എസെൻഷ്യൽ ടൂളായിരുന്നു, അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഈ സിസേറോ എന്ന് പറയുന്ന റോമൻ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ഫിലോസഫർ, ഇദ്ദേഹം ശരിക്കും ഈ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അദ്ദേഹം ഒരു പേഴ്സണാണ്, ഓക്കെ, ഫാക്ടറുമാണ്, പേഴ്സണുമാണ്, ഓക്കെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വേർഡ് ഫോർ വേർഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, അതായത് ഒരു വാക്ക് ഒരു വരി എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ വാക്കും ടാർഗറ്റ് ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതിൽ മാറിയിട്ട് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കീപ്പ് ചെയ്തിട്ട് ഈ ഐഡിയ അല്ലേ, ഇപ്പം നമ്മൾ മലയാളത്തിലൊരു കാര്യം പറയുമ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മലയാളത്തിലൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വേർഡ് ഫോർ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുന്ന സമയത്ത് ആ ഒരു സെൻസ് കിട്ടില്ല. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് എന്താണോ അത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഈ പറയുന്ന ഫോമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു എഴുതുന്ന രീതിയും മനസ്സിലാക്കുന്ന ഒരു ശൈലിയൊക്കെ ഡിഫറെൻ്റാണ്. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലായിട്ട് പോകുന്നില്ല, ഡിഫറെൻ്റാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മെസ്സേജ് എന്താണോ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി, ഒറിജിനാലിറ്റി, അതിൻ്റെ അതെന്താണോ ആ ഒരു സെൻസിനെയാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം ഈ സെൻസ് ഫോർ സെൻസ് ട്രാൻസ്ലേഷനാണ് ബെറ്റർ, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദിസ് അപ്രോച്ച് ലെയ്ഡ് എ ഗ്രൗണ്ട് വർക്ക് ഫോർ ലേറ്റർ ഡിസ്കഷൻസ് ഓൺ ഫ്രീഡം അല്ലെങ്കിൽ ഫൈഡലിറ്റി. അതായത് ഈ പറഞ്ഞു വരുന്നത് നമുക്ക് ആ കാലഘട്ടത്തിലൊക്കെ വേർഡ് ഫോർ വേർഡ്, അതായത് സോഴ്സ് ടെക്സ്റ്റിലെ ഫോമും വേർഡും എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തിട്ട് അതേപടി മറ്റൊരു ഭാഷയിൽ എഴുതുന്ന രീതിയായിരുന്നു ഉണ്ടായത്. അത് മാറിയിട്ടൊരു ഫ്രീഡം കിട്ടി. ഓക്കെ, സോ എഴുതുന്ന ആൾക്ക് ഇപ്പം ഇംഗ്ലീഷിലൊരു കാര്യം മലയാളത്തിലേക്ക് എഴുതുന്ന അയാൾക്ക് ഫ്രീഡം കിട്ടി. കാരണം അയാൾക്ക് മലയാളത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ, മലയാളത്തിൽ എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ അവതരിപ്പിക്കേണ്ടത് അതേ രീതിയിൽ അയാൾക്ക് എഴുതാനുള്ളൊരു ഫ്രീഡം കിട്ടി. ഓക്കെ, സോ ഇനി ഈ ട്രാൻസ്ലേഷൻ തിയറിയിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ടൊരു കോണ്ടെക്സ്റ്റാണ് റിലീജിയസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത സൈഡ് ഹെഡിങ് വന്നു, ട്രാൻസ്ലേഷൻ ഇൻ ദ റിലീജിയസ് കോണ്ടെക്സ്റ്റ്, ദ ബൈബിൾ ആൻഡ് ദ ഖുറാൻ. ഓക്കെ, സോ റിലീജിയസ് ടെക്സ്റ്റുകൾ, ബൈബിൾ ട്രാൻസ്ലേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ റിലീജിയസ് ടെക്സ്റ്റുകൾ ഹാവ് ബീൻ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡ്രൈവേഴ്സ് ഓഫ് ട്രാൻസ്ലേഷൻ ത്രൂ ഔട്ട് ഹിസ്റ്ററി. ഓക്കെ, അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ക്രിസ്ത്യൻ മതം യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയുന്ന അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ള ബൈബിള് എഴുതപ്പെട്ടിരിക്കുന്നത് ഹിബ്രു ലാംഗ്വേജിലാണ്. ഓക്കെ, ആ ഒരു മതം ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കാലത്ത് അത് സ്പ്രെഡാവാൻ തുടങ്ങി ഗ്രീസിലൊക്കെ മറ്റൊരു ഗ്രീക്ക് മതം. നിങ്ങൾ ചില കാർട്ടൂൺസൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കൊച്ചു ടി വിയിൽ, ഗ്രീക്ക് ദേവന്മാർ അവർ കണ്ടംപററി വേൾഡിൽ വരുന്നു, എന്നിട്ട് കുറച്ച് ഹീറോസ്, അവരുടെ ശക്തിയുള്ള ഹീറോസ് വരുന്നു, എന്നിട്ട് അവർ ഹെർക്കുലീസൊക്കെ ഗ്രീക്ക് ദേവന്മാരിൽപ്പെട്ട ദൈവങ്ങളുടെ പേരുകളാണ്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. സൗന്ദര്യത്തിന് ദേവതയുണ്ട്, മഴയ്ക്ക് ദേവതയുണ്ട്, മിന്നലിന് ദേവതയുണ്ട്, അങ്ങനെ ഒരുപാട് ഒരു ലൈക്ക് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ മിത്തോളജിയിലൊക്കെ പറയുന്നത് പോലെ തന്നെ അവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അവിടേക്ക് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവാൻ തുടങ്ങി, നോൺ ആസ് അതായത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആകുമ്പം ജസ്റ്റ് ഓക്കെ, ഇപ്പം ഒരു ഗ്രീക്കിലുള്ളൊരു ഏതെങ്കിലും ഒരാൾ എ എന്നുള്ള ഒരാൾ ബി എന്ന് പേര് മാറ്റിക്കഴിഞ്ഞാൽ അയാൾ ആ ബി എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആണെങ്കിൽ അതിൻ്റെ ഭാഗമാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ റിലീജിയസ് പ്രിൻസിപ്പിൾസ് അയാൾ പഠിക്കണം. സോ
അവിടെ ഹിബ്രു ലാംഗ്വേജിൽ നിന്ന് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് വരേണ്ടി വന്നു, അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിലേക്ക്, ഇംഗ്ലീഷ് ഭാഷയിലേക്കൊക്കെ വരേണ്ടി വന്നു. സോ അവിടെ ഹിബ്രു ബൈബിളിനെ ഗ്രീക്കിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ് വന്നു, നോൺ ആസ് ദ സെപ്റ്റ്വാഗിൻറ്റ്, ഓക്കെ, which was completed between the 3rd and 1st centuries BCE in Alexandria. Okay, so ancient റോമൻ ആ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രദേശമാണ് അലക്സാൻഡ്രിയ. ഓക്കെ, so this translation allowed Greek speaking Jews and the later Christians to access the Hebrew scriptures, shaping the spread of Christianity. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദെൻ അഗെയിൻ നമുക്ക് അടുത്തത് അനദർ മോണുമെൻ്റൽ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് വാസ് സെയിൻറ്റ് ജെറോംസ് വൾഗേറ്റ്. അതായത് സെയിൻറ്റ് ജെറോം എന്ന് പറയുന്ന ഒരു പഴയ കാലത്തുള്ളൊരു ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു പുരോഹിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ലാറ്റിൻ ഭാഷയിലേക്ക് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ completed in the late 4th century CE. Okay, Jerome's approach emphasized a balance between literal translation and conveying the meaning of the text in a way that was understandable to a broader audience. അദ്ദേഹം കുറച്ചുകൂടി അത് ലളിതമാക്കി ആ ഒരു എന്താ പറയുക സോഴ്സ് ടെക്സ്റ്റിൻ്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആ ഒരു രീതിയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതേസമയം ടാർഗറ്റ് ലാംഗ്വേജിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, വൈഡായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. ഹിസ് വർക്ക് ബിക്കെയിം ദ സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ ഇൻ ദ വെസ്റ്റേൺ ക്രിസ്ത്യൻ ചർച്ച് ഫോർ സെഞ്ച്വറീസ്, സിമെൻറ്റിംഗ് ദ റോൾ ഓഫ് ദ ട്രാൻസ്ലേഷൻ ഇൻ റിലീജിയൻ ഡിസമിനേഷൻ. ഓക്കെ, അതായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബൈബിള് ഇദ്ദേഹം റീറൈറ്റ് ചെയ്തിട്ടുള്ള ലാറ്റിൻ ഭാഷയിലേക്ക് റീറൈറ്റ് ചെയ്തിട്ടുള്ള ബൈബിള് ഇംഗ്ലീഷ് വേൾഡിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഒരു കൾച്ചറിൽ വെസ്റ്റേൺ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. ത്രൂ ദാറ്റ് ഈ പറയുന്ന റിലീജിയൻ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിലീജിയൻ്റെ ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ട്രാൻസ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ ഇസ്ലാമിക് ട്രഡീഷൻ, വൈൽ ഇനി അടുത്തത് ഇസ്ലാമിക് പീപ്പിളിൻ്റെ ഊഴമാണ്. ഇവരുടെ ഒരു കാലഘട്ടത്തിൽ വൈൽ ദ ഖുറാൻ വാസ് കൺസിഡേർഡ് ബൈ മുസ്ലിംസ് ടു ബി അണ്ടർസ്റ്റാൻഡബിൾ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം, ട്രാൻസ്ലേഷൻസ് ഇൻ ടു വേരിയസ് ലാംഗ്വേജസ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ടു എയ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ മറ്റെല്ലാ മതങ്ങളെ പോലെ നമ്മൾ ഗീതയൊക്കെ സംസ്കൃതത്തിലാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊന്നും ആരും എടുത്തു പറയാറില്ല. നമുക്ക് ഏജസ് ബാക്ക്, അതായത് ഇസ്ലാമിക് റിലീജിയനൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ സെമിറ്റിക് മതങ്ങളൊക്കെ വരുന്നതിന് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന ഹിന്ദു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഷകൾ ഏർലി ഏജസിൽ തന്നെ ഒരുപാട് ഭാഷകൾ, നമ്മുടെ ഓരോ ഭാഷകൾക്കും ഈ പറയുന്ന പല മതങ്ങളുടെ അത്രയും പ്രായം തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഇപ്പം ലൈക്ക് തമിഴ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള റിലീജിയൻ ഒരു ഭാഷയാണ്. ഈവൻ ഇറ്റ് ഈസ് ഓൾഡർ ദാൻ സാൻസ്ക്രിറ്റ്. ഓക്കെ, സോ ഇത്രയും ബ്രോഡായിട്ടുള്ള ഹിസ്റ്ററി നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് ഗീത ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാ ആളുകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഗീതയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും ആളുകൾ അന്നത്തെ കാലത്ത് ധരിച്ചു വച്ചിരുന്നത് ഈ പറയുന്ന ഗീത പോലെയുള്ള അല്ലെങ്കിൽ ഖുറാൻ പോലെയുള്ള ബൈബിളിനും പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുമ്പം ഖുറാൻ എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് എഴുതപ്പെട്ടത് അറബിക്കിലാണ്. അപ്പം അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ അറബിക് ഫോം. അത് ആ രീതിയിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു ഡോമിനൻസ്, അല്ലെ ഒരു ലിംഗ്വിസ്റ്റിക് ഡോമിനൻസ്, അത് നമുക്ക് സംസ്കൃതത്തിലും കാണാൻ സാധിക്കും, ഹിബ്രുവിലും കാണാൻ സാധിക്കും, അങ്ങനെ എല്ലാ ഭാഷകളിലും കാണാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലത്ത് എന്നിരുന്നാലും
കൂടുതലായിട്ടും ആളുകളിലേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യപ്പെടാൻ വേണ്ടി ഈ പറയുന്ന അറബിക് ഖുറാൻ പിന്നീട് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ട്രാൻസ്ലേറ്റേഴ്സ് ഓഫ് ദ ഖുറാൻ വാസ് ദ പേർഷ്യൻ വാസ് ഇൻ ടു translations of the Quran was into the Persian language in the 19th century CE, followed by translations into other languages. അതായത് ഏർലിയസ്റ്റ് ആയിട്ട് ഖുറാൻ എന്ന് പറയുന്ന ഈ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പേർഷ്യൻ ലാംഗ്വേജിലേക്കാണ് ഇൻ 9th century. ഓക്കെ, ഫോളോഡ് ബൈ ട്രാൻസ്ലേഷൻ ഇൻ ടു വേരിയസ് അതർ ലാംഗ്വേജസ്. ഇന്ന് നമുക്ക് മലയാളത്തിലും ഖുറാൻ വായിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ പറയുന്ന എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിബ്രുവിലുള്ള ഗീത, ഭഗവത്ഗീത നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഭാഷകളിലേക്ക് നമ്മുടെ എല്ലാ റിലീജിയസ് ടെക്സ്റ്റുകളും ഇന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊക്കെ നമ്മളോട് പറയുന്നത് സമാധാനം, സ്നേഹം, ധർമ്മം, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ അപ്ഹോൾഡ് ചെയ്ത് ജീവിക്കാനാണ് ഈ പറയുന്ന എല്ലാ ടെക്സ്റ്റുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ സച്ച് ആസ് ഇൻ ലാറ്റിൻ, അതായത് 12ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ ഭാഷയിലേക്കും വന്നു ടു ഇൻട്രൊഡ്യൂസ് ഇസ്ലാമിക് ടെക്സ്റ്റ് ടു ദ യൂറോപ്യൻ സ്കോളേഴ്സ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ഇസ്ലാമിക് മതം അല്ലെങ്കിൽ റിലീജിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിക് പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു കാലത്തെ അറേബ്യൻ പീപ്പിളിനെ ഈ ഒരു ട്രാൻസ്ലേഷൻ തിയറിയിൽ അവരെ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആളുകൾ പഴയ കാലത്ത് തന്നെ ഇങ്ങനെ വാണ്ടർ ചെയ്യുന്ന ആളുകളായിരുന്നു, സഞ്ചരിക്കുന്ന ആളുകളായിരുന്നു, ട്രേഡേഴ്സായിരുന്നു. ഓക്കെ, സോ അവർ പല ലാംഗ്വേജസിലെയും പല നാടുകളിലെയും ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഈ നോളജുകൾ, വിവിധ തരം അറിവുകൾ, ശാസ്ത്രം, ഗണിതം, ഹെൽത്ത് അല്ലെങ്കിൽ മെഡിസിൻ പോലെയുള്ള പല വിഷയങ്ങളിലും ഇവർ പാണ്ഡിത്യം നേടി അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കിയിട്ട് പഴയ അറേബ്യൻസ് അറബിക് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയതാണ് നമ്മുടെ സീറോ. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ സീറോ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ബേസിക്കലി ആദ്യമായിട്ട് അങ്ങനെ ഒരു ന്യൂമറിക്, ഒന്നിന് പിന്നിൽ എന്തോ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നത്. അപ്പം പണ്ട് കാലത്ത് സീറോ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ഈ വെടിമരുന്നില്ലേ, നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ സംഭവം ആക്ച്വലി ചൈനയിലാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അതും ഈ അറേബ്യൻസ് ആണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് ബോംബുണ്ടാക്കാനും തോക്കുണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചു. സീറോ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ എല്ലാ എക്സാമ്പിൾസും പോലെ അല്ലെങ്കിൽ അത് ഒരുപാട് ശാസ്ത്ര മേഖലകളിലേക്ക് ഉപകാരമാവുകയും ചെയ്തു. ഓക്കെ, ഇന്ന് റോക്കറ്റ് സയൻസിൽ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഈ അറേബ്യൻസ് എന്ന് പറയുന്നത് ഇവർ ലോകത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലുള്ള പല കൾച്ചറുകളും പല നോളജുകളും യഥാർത്ഥത്തിൽ ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്. അവരത് ചെയ്തിരുന്നത് അറേബ്യൻ പീപ്പിൾ അല്ലെങ്കിൽ ഇസ്ലാമിക് പീപ്പിളിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമെങ്കിലും പിന്നീട് അത് ലോകത്തിനൊന്നാകെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഭഗവത്ഗീതയും അതുപോലെ തന്നെയുള്ള പല ഗ്രന്ഥങ്ങളും ഏതോ കാലത്ത് അറേബ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ആളുകൾ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ട്രാൻസ്ലേഷൻ ഇൻ ദ മിഡിൽ ഏജസ്, അടുത്ത സൈഡ് ഹെഡിങ് ആണ് പ്രിസർവിങ് നോളജ്. ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ട്രാൻസ്ലേഷൻ played a critical role in preserving and transmitting knowledge across the linguistics and cultural boundaries. After the fall of the Roman Empire, much of the knowledge of antiquity, particularly in the field of science, philosophy and medicine, was a risk being lost. ഓക്കെ, അതായത് ആ ഒരു കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഡിക്ലൈൻ വന്ന സമയത്ത് ഈ ഒരു ആ കാലഘട്ടത്തിലുള്ള ഫിലോസഫീസ്, സയൻസ്, മെഡിസിൻ, വെസ്റ്റേൺ വേൾഡിൻ്റെ ഓക്കെ, സോ ഇതൊക്കെ നഷ്ടപ്പെടുമോ? നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ലോകത്തെ ഏറ്റവും ആദ്യത്തെ വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു നളന്ദ. അത് നശിപ്പിക്കപ്പെട്ടപ്പം നമുക്ക് ഇന്ന് ലോകത്ത് ഒരുപാട് അറിവുകൾ, ഇന്ന് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കേണ്ടിയിരുന്ന, നമുക്കൊരുപാട് ഉപകാരപ്രദമാകേണ്ടിയിരുന്ന അറിവുകളാണ് അന്ന് അഗ്നിക്കിരയാക്കപ്പെട്ടത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി
ട്രാൻസ്ലേഷൻ ഒരുപാട് സഹായിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് കൂടെ നിങ്ങളതിന് ഓർക്കുക, പറ്റിയ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ അറേബ്യൻ പീപ്പിൾസിന്, അറേബ്യൻ ആയിട്ടുള്ള ആളുകൾക്ക്, പേർഷ്യൻ പീപ്പിളിന് അതിലൊരു പങ്കുണ്ട്. ദ ഹൗസ് ഓഫ് വിസ്ഡം ഇൻ ബാഗ്ദാദ് founded in the 8th century CE during the Islamic Golden Age became a major center of translation. Scholars at the House of Wisdom translated Greek, Persian and Indian scientific and philosophical works into Arabic. സയൻറ്റിഫിക്കും ഫിലോസഫിക്കലും മാത്രമല്ല റിലീജിയസും അതോടൊപ്പം മെഡിസിനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ അറബിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പോയിന്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ ഈ ഒരു ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, എമംഗ് ദ മോസ്റ്റ് നോട്ടബിൾ ട്രാൻസ്ലേറ്റേഴ്സ് വാസ് ഹുനൈൻ ഇബിൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഞാൻ വായിക്കുന്നത് ചിലപ്പം തെറ്റിപ്പോവുക ചെയ്യും, നിങ്ങൾ ക്ഷമിക്കുക, ഇഷാഖ്. ഓക്കെ, who translated numerous works of Galen and Aristotle. These Arabic translations were later retranslated into Latin, playing a crucial role in the European Renaissance. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഓക്കെ, പക്ഷേ ആ സമയത്ത് ഇത്തരം ആളുകൾ, ഈ ഒരു പേർഷ്യൻ ആയിട്ടുള്ള ആളുകൾ, ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ, ഗാലൻ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അരിസ്റ്റോട്ടിലിനെയൊക്കെ അറിയില്ലേ? അരിസ്റ്റോട്ടിലൊക്കെ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒരുപാട് തിയറീസ് പല മേഖലകളിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളാണ് അരിസ്റ്റോട്ടിലൊക്കെ. അദ്ദേഹത്തിൻ്റെയൊക്കെ തിയറീസും ന്യൂമറസ് ഓഫ് വർക്ക്സ് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് അത് റിനൈസൻസിൻ്റെ പീരീഡിൽ അത് റീട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ആദ്യം ഒരു സാധനം സോഴ്സ് ലാംഗ്വേജിൽ ഒരു കാര്യം ടാർഗറ്റ് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നീട് സോഴ്സ് ലാംഗ്വേജിൽ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഇല്ലാതാകുന്നു. ദെൻ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്നത് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളാകുന്നു. അത് പിന്നീട് സോഴ്സ് ലാംഗ്വേജിലേക്ക് വീണ്ടും മൊഴിമാറ്റം ചെയ്യപ്പെടുമ്പം റീട്രാൻസ്ലേഷൻ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ടേമാണ്, നിങ്ങൾക്ക് അറിയുന്ന ടേമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഇൻ യൂറോപ്പ്, അവസാനം യൂറോപ്പിൽ ഇൻ Toledo School of Translators in Spain, 12th century and 13th centuries became a focal point of translating Arabic works into Latin and later into Spanish. Okay, these translations introduced the Europeans to key texts in astronomy, medicine and philosophy, helping to super intellectual advancement. Okay, സോ ഇതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, പിന്നീട് അത് റീട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഈ ടൊളേഡോ സ്കൂൾ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്ന സ്പെയിനിലുള്ള യൂറോപ്പിലെ സ്പെയിനിലുള്ള ഈ ഒരു സ്കൂള് 12th century 13th century ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു സ്കൂള് ബിക്കേം എ ഫോക്കൽ പോയിൻ്റ്, ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ട്രാൻസ്ലേറ്റിംഗ് ദീസ് അറബിക് ട്രാൻസ്ലേഷൻ ഓഫ് ദി ഒറിജിനൽ ലാറ്റിൻ, ഈ ലാറ്റിൻ ഭാഷയിലൊക്കെ ഉണ്ടായിരുന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ റീട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി ഈ ടൊളേഡോ സ്കൂൾ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ട്രാൻസ്ലേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് യൂറോപ്യൻസ് ടു കീ ടെക്സ്റ്റ് ഇൻ ആസ്ട്രോണമി, മെഡിസിൻ ആൻഡ് ഫിലോസഫി, ഹെൽപ്പിംഗ് ടു സൂപ്പർ ഇൻ്റലക്ച്വൽ അഡ്വാൻസ്മെൻറ്റ്. ഓക്കെ, സോ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു ഇൻസൈറ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 80% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. ഓക്കെ, സോ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഫ്യൂവലായിട്ട്, ഒരു മോട്ടിവേഷനൊക്കെ ആയിട്ട് മാറും. സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് കരിയർ ടോക്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വിവിധ വിഷയങ്ങളെക്കുറിച്ച്, MBA പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചും, ഇഗ്നു സംബന്ധമായിട്ട്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സംബന്ധമായിട്ടൊക്കെയുള്ള ഒരുപാട്, പിന്നീട് നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, SSC പോലെയുള്ള പരീക്ഷകൾ, UPSC പോലെയുള്ള പരീക്ഷകളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എയ്ഡുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ, ഒരു സഹായഹസ്തമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടൺ പിന്നെയും പോയി ഞെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ അങ്ങനെ തന്നെ വെച്ചേക്കുക. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ദ റിനൈസൻസ് ആൻഡ് ദ റിഫോർമേഷൻ, ആ ഒരു കാലഘട്ടം, റിനൈസൻസ്, ദ പീരീഡ് ഓഫ് റിനൈസൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയില്ല, നവോത്ഥാന കാലഘട്ടം അല്ലേ. ട്രാൻസ്ലേഷൻ ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സ്, അതാണ് അടുത്ത സൈഡ് ഹെഡിങ്. ദ റിനൈസൻസ് in the 14th to 12th centuries marked a period of renewed interest in classical learning and flourishing of translation efforts. Translators worked to bring ancient Greek and Roman text into many languages, making these works more accessible to a broader audience. Okay, Leonardo Bruni and Erasmus Rotterdam were notable translators. നിങ്ങൾ ആ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഗൂഗിളിലൊന്ന് അതിൻ്റെ ഓഡിയോസ് ഒന്ന് കേൾക്കുക. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകും. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റാതിരുന്നാൽ മതി. എനിവേ നിങ്ങൾ പ്രൊണൗൺസ് ചെയ്ത് കേൾപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത്. ഓക്കെ, ഹൂ സോട്ട് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ fidelity to the original text and readability for the contemporary readers. Okay, അതായത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ ആ ഒരു പോയിന്റ് പറയുന്നത്, നമ്മുടെ പഴയ കാലത്തെ പല എഴുത്തുകളും ഈവൻ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് മലയാളം തന്നെയാണെങ്കിലും നമുക്ക് ഇപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ആ ഒരു സംഭവം തന്നെയാണ് അവിടെയും അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡ്യൂറിങ് ദിസ് പീരീഡ് the Reformation, 16th century, played a transformative role in the history of translation. History of translation. The translation of religious text into vernacular languages became a crucial aspect of this movement. Martin Luther's translation of the Bible into German, 1522 to 1534, not only made the scriptures accessible to ordinary people but also had a profound impact on the development of the German language. Similarly, William Tyndale's English translation of the New Testament in 1526 laid a foundation for the later English versions of the Bible, including the King James Version in 1611. Okay, these translations were not merely linguistic projects. They had a deep political, religious and cultural implications. By translating the Bible into the many languages, reformers challenged the authenticity of the Catholic Church, which had long maintained the Latin Vulgate as the sole authorized version. Okay, സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഞാൻ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ദ മോഡേൺ എറ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എസ്സേയുടെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ദ മോഡേൺ എറ. ഓക്കെ, ദ റൈസ് ഓഫ് ദ മോഡേൺ nation state in the 18th century and 19th centuries brought new challenges and opportunities for translation. As languages became tied to the national identity, translation became an essential tool in nation building. At the same time, translation became a subject of academic inquiry, with scholars debating issues of fidelity and equivalence and the nature of translators role. Okay, so നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ് ആയിരുന്നു അല്ലേ. In the 20th century, translation theory underwent significant developments. Eugene Nida, an American linguist and a Bible translator, introduced the concepts of formal equivalence, literal translation and dynamic equivalence. Translation focus on meaning and effect. In the mid
20th century. His work had a major influence on how translation was approached, particularly in the context of Bible translation. ഇതിൽ ഹ്യൂജൻ നീതയുടെ ഈ പറയുന്ന ഇക്വാലൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇക്വാലൻസിൻ്റെ പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് ഇക്വാലൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ in the second half of the 20th century, translation became increasingly interdisciplinary, drawing on insights from linguistics, cultural studies, and literary theory. Walter Benjamin and George Steiner were among the thinkers who explored the philosophical dimensions of translation. അതായത് ഇതിൽ പറയുന്നത് 20ാമത്തെ നൂറ്റാണ്ടിൽ ട്രാൻസ്ലേഷൻ ബിക്കെയിം ഇൻക്രീസിംഗ്ലി ഇൻ്റർഡിസിപ്ലിനറി, അതായത് ഒരു ഇൻ്റർഡിസിപ്ലിനറി ഒരു പഠന വിഷയം എന്നുള്ള രീതിയിലേക്ക് വന്നു. ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നും ലിറ്റററി തിയറീസിൽ നിന്നുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാൾട്ടർ ബെഞ്ചമിനും ജോർജ് സ്റ്റെയ്നറും അതിലൊക്കെ പെടുന്ന ആളുകളായിരുന്നു, തിങ്കേഴ്സ് ആയിരുന്നു, ഹു എക്സ്പ്ലോർഡ് ദ ഫിലോസഫിക്കൽ ഡയമെൻഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ ഫിലോസഫിക്കൽ ഡയമെൻഷനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. എംഫസൈസിങ് ഇറ്റ്സ് ക്രിയേറ്റീവ് ആൻഡ് ഇന്റർ പെർസ്പെക്റ്റീവ് ആസ്പെക്ട്സ്. മീൻ വൈൽ പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് സച്ച് ആസ് ഗായത്രി സ്പിവാക് examined how translation can both reinforce and resist cultural hegemony. ഓക്കെ, സോ നിങ്ങൾ പോസ്റ്റ് കൊളോണിയൽ തിയറീസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പറിൽ ഗായത്രി സ്പിവാക്കിൻ്റെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പറയുന്ന എന്താ പറയുക, കൾച്ചറൽ ഹിഗമനി അല്ലേ? കൾച്ചറൽ ഹെജിമനി പെർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ റിലേഷൻസ്. ഓക്കെ, കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇവരെ പോലെയുള്ള ആളുകൾ കൾച്ചറൽ ഹിഗാമനി, ആ ഒരു റെസിസ്റ്റൻസും റീഇൻഫോഴ്സ്മെൻറ്റും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ഇതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേഷനെ. ഓക്കെ, വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതായത് ഇനി ഗ്ലോബലൈസേഷൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ ഹാസ് ബിക്കെയിം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ. ഓക്കെ, ദ ഡിജിറ്റൽ ഏജ് ഹാസ് ബ്രോട്ട് ന്യൂ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രാൻസ്ലേഷൻ. അതായത് ഗ്ലോബലൈസേഷൻ വന്നു, ട്രാൻസ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി. കാരണം ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ആളുകളിലേക്ക് മാർക്കറ്റ് ഒരു ഗ്ലോബൽ മാർക്കറ്റായിട്ട് മാറി, ഒരു ലോകം ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ വന്നു. അപ്പം നമുക്ക് ബിസിനസ്സുകൾ മൾട്ടിനാഷണലായിട്ട് മാറി, ഒരുപാട് രാജ്യങ്ങളിലേക്ക് ബിസിനസ്സുകൾ വളർന്നു. അതോടൊപ്പം തന്നെ നോളജ് എക്സ്പാൻഷൻ, കൾച്ചറൽ എക്സ്പാൻഷൻ, ഇതൊക്കെ സംഭവിച്ചു. അപ്പം അവിടെ ഈ പറയുന്ന ട്രാൻസ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി. ഡിജിറ്റൽ ഏജ് വന്നു, നമുക്ക് ഡിജിറ്റലൈസേഷൻ, നമ്മുടെ ഫോണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ പോലെയുള്ള സംവിധാനങ്ങൾ വന്നു, ഡിജിറ്റൽ വേൾഡ് വന്നു, മെഷീൻ ട്രാൻസ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ദ ഡിജിറ്റൽ ഏജ് ഹാസ് ബ്രോട്ട് ന്യൂ ചലഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രാൻസ്ലേഷന്, ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. ആസ് മെഷീൻ ട്രാൻസ്ലേഷൻ ലെഡ് ബൈ പ്ലാറ്റ്ഫോം സച്ച് ആസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഒരു വളരെ വലിയൊരു എക്സാമ്പിളാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഹാസ് റെവല്യൂഷനൈസ്ഡ് the speed and accessibility of translation, while machine translation offers the potential for the instant communication across the languages. അതായത് ഇപ്പോൾ നമ്മളിപ്പം നമുക്ക് ഒരു അമേരിക്കയിലുള്ള ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് ടെക്നോളജീസ് ആൻഡ് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കിപ്പം ലൈവായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് തമിഴിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് പല വ്ളോഗുകളിൽ, ഇപ്പം സുജിത് ഭക്തൻ ടെക് ട്രാവൽ ഈറ്റിൻ്റെയൊക്കെ വ്ളോഗുകളിൽ അദ്ദേഹമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചൈനയിലൊക്കെ പോയിട്ട് അവർ ഈ പറയുന്ന ഫോണിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് അവർ ഇംഗ്ലീഷിൽ പറയുന്നു, അത് ചൈനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അവർ പറയുന്ന ചൈനീസ് ഭാഷയിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ലൈവായിട്ട്. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസും ഡെവലപ്മെൻറ്റ്സും ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ്റെ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇറ്റ് ഓൾസോ റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ആക്യുറസി, കൾച്ചറൽ നൗൺസ്. പക്ഷേ ഇതിനൊക്കെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് മാറുന്നത് ആക്യുറസിയുടെ ഒരു സംശയം വരും. നമ്മളിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു കാര്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പം ആ ഒരു ഫീല് കിട്ടില്ല. ഓക്കെ, പല കാര്യങ്ങളിലും
ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് കാലം മുൻപായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ഒരു ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും കൾച്ചറൽ ആയിട്ടുള്ള ആ ഒരു ഫീലൊന്നും ഒരിക്കലും ട്രാൻസ്ലേഷന് കിട്ടില്ല. അൺട്രാൻസ്ലേറ്റബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം പറയുക. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഷനായിട്ട് ദ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ ഈസ് എ റിച്ച് ആൻഡ് മൾട്ടി എഫക്റ്റഡ് മൾട്ടി ഫേസ്റ്റഡ് എന്താ പറയുക സ്റ്റോറി ദാറ്റ് റിഫ്ലക്ട്സ് ദ ഡൈനാമിക് ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ലാംഗ്വേജസ്, കൾച്ചേഴ്സ് ആൻഡ് നോളജ്. അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കാച്ചിക്കുറുക്കലാണ് കൺക്ലൂഷനിൽ വരുന്നത്. ട്രാൻസ്ലേഷൻ ഒരുപാട് എന്താ പറയുക മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിനകത്ത് പറയാനുണ്ട്. ഡൈനാമിക് ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ലാംഗ്വേജസ്, കൾച്ചർ ആൻഡ് നോളജ്. From the ancient civilization to the digital age, translation has been a crucial tool for fostering communication, understanding, and innovation, whether in the religious, scientific, political realms. Translation has shaped the course of human history and continues to play a vital role in our ഇൻക്രീസിംഗ്ലി ഇൻ്റർകണക്റ്റഡ് വേൾഡ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു മുന്നോട്ട് അത് ഇപ്പോഴും ട്രാൻസ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരസ്പരം ഒരു ഇൻറ്റൻസിലി അതായത് ഒരു ഇൻറ്റൻസിഫൈഡ് ആയിട്ടൊരു ഇൻ്റർകണക്റ്റഡ് ലോകത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു യൂണിറ്റി ആയിട്ട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ റോള് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇറ്റ്സ് അറൗണ്ട് ഒരു 46 മിനിറ്റ് നിങ്ങൾ എന്നെ കേട്ടിരുന്നിട്ടുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ എന്നാണ് അതിന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പം അത് ഫുൾ സ്വിങ്ങിൽ ആക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആൻസേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പലരും കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ വീഡിയോയുടെ താഴത്തും ചാനലിൻ്റെ എബൌട്ടിലും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് എജ്യു മന്ത്ര. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.